പശ്ചിമേഷ്യയിൽ അസ്വസ്ഥതകൾക്ക് അറുതി വന്നിട്ടില്ല. ഇപ്പോഴിതാ ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാൻ വീണ്ടും നീക്കവുമായി ഇറാൻ എത്തിയതാണ് വൻ ചർച്ചയാകുന്നത്. ഹോർമുസിൽ ഇറാന് പണം നൽകാത്ത കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നതും. ഹോർമുസ് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാൻ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ തീരുമാനമെടുത്തത്. ഫീസ് നൽകാത്ത കപ്പലുകൾക്ക് പിഴ ഈടാക്കുമെന്നും കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സേവനങ്ങൾക്കുള്ള ഫീസാണെന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് ടോളല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാൻ റിയാലോ ഇറാൻ നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും കറൻസിയിലോ ഈടാക്കാനാണത്ര നീക്കം. ഇത് സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. ഇറാനും അറേബ്യൻ ഉപദ്വീപിനുമിടയിലുള്ള ഇടുങ്ങിയ ജലപാതയായ ഹോർമുസ് കടലിടുക്ക് ലോകത്തെ സമുദ്രമാർഗമുള്ള ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക നീക്കത്തിന്റെ ഏകദേശം 20% കടന്നുപോകാൻ പാത ഒരുക്കുന്ന ഒന്നാണ്. 2026 ഫെബ്രുവരി 28 സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഈ ഗതാഗതത്തിൽ വൻ ഇടിവുണ്ടായി. ശത്രുതാപരമായ നടപടികൾ ആരംഭിച്ചതിനെ തുടർന്ന് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ അളവിൽ ഏകദേശം 95% കുറവുണ്ടായിരുന്നു. കപ്പൽ നീക്കത്തിലുണ്ടായി കനത്ത ഇടിവാണ് ഇപ്പോഴും ഇതുവഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് വരുമാനം ഈടാക്കുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമാക്കാൻ ഇറാൻ ആവശ്യമായ സാഹചര്യവും പ്രേരണയും ഒരുക്കി കൊടുക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളും ഭൗമരാഷ്ട്രീയ ഒറ്റപ്പെടലും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഏതെങ്കിലും വ്യാപാര ബന്ധങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മാർച്ച് ആദ്യം മുതൽ ചൈനീസ് യുവാനിൽ പണം സ്വീകരിക്കുന്നുവെന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ. അതേസമയം അമേരിക്ക ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ ഇറാനിലെത്തുമെന്ന വാർത്തകളുമുണ്ട്. ഇറാനുമായി ചർച്ച നടത്താനാണ് അസം മുനീർ എത്തുന്നത്. ചർച്ചയിൽ നിർണായക സന്ദേശങ്ങൾ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച മക്ക കരാറിന് ശേഷമുള്ള അസിം മുനീറിന്റെ ആദ്യ സന്ദർശനവുമാണിത്. അസിം മുനീർ തിങ്കളാഴ്ച ഇറാൻ സന്ദർശിക്കുമെന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗ്ഹൈ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ നേരത്തെയും മധ്യസ്ഥത വഹിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അസം മുനീറിന്റെ സന്ദർശനമെന്നാണ് നിരീക്ഷണവും. ഫെബ്രുവരിയിൽ യുഎസും ഇറാനുമുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ മധ്യസ്ഥ രാജ്യമായി പാകിസ്ഥാൻ പ്രവർത്തിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമേൽപ്പിച്ചേക്കാവുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ സൈനിക നടപടിയുണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുകയും അതുവഴി സംഘർഷം മൂർച്ഛിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനവും നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയും പേർഷ്യൻ ഗൾഫ് വഴിയും ഒരു തുള്ളി എണ്ണ പോലും കടന്നുപോകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ അയൽ രാജ്യങ്ങൾ പങ്കാളികളാകരുത് എന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹസിൻ റസായി മുന്നറിയിപ്പും നൽകിയിരുന്നു. എണ്ണ കൊണ്ടുപോകുന്നതിനായി ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ബദൽ മാർഗങ്ങളും ലക്ഷ്യമിടാൻ ഇറാന് സാധിക്കുമെന്നും റസായി പറഞ്ഞിരുന്നു. ഇറാനെ സാമ്പത്തികമായി തകർക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ വിതരണ ശൃംഖലകൾ, നെറ്റ്വർക്കുകൾ, പണമിടപാടുകൾ എന്നിവ ഉപരോധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർച്ചയായി ഭീഷണിയുയർത്തുന്ന ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം നിൽക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് മുഹസിൻ റസായിയുടെ പ്രതികരണം എത്തുന്നതും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.